മക്കളെ എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിലേക്ക് കരിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, തീ കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മീനായിട്ട് ഇട്ട് കൊടുക്കുക വേവാൻ. അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാ പൊരിക്കണ മാതിരി തന്നെയാണ്. അങ്ങനെ പൊരിക്കുക. ഞാൻ ലേശം മാന്ത ഉണ്ടെങ്കിൽ ഞാൻ മാന്തിയും കൂടെ ഞാൻ സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാന്തിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട കൈ കൊണ്ട് പൊരിക്കാട്ടോ, അതാ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോണത്. നമ്മൾ മുളക് പൊരിക്കുമ്പോൾ ലേശം മുളക് ഇങ്ങനെ പൊടി ഇട്ടിട്ട് വറുത്ത മാതിരി കാട്ടിയിട്ടൊന്നാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ഒന്ന് പൊരിച്ച് വയ്ക്കാൻ മതി, അടിപൊളിയാണ്. നല്ലപോലെ നെരിമാറ് പൊരിക്കണം കേട്ടോ. ഇപ്പോൾ നമുക്കിങ്ങനെ മറിച്ചിടാം. അടിപൊളിയില്ലേ, അടിപൊളി സാധനമാണ്. അടിപൊളിയായി തിന്നാൻ ഒക്കെ നല്ലോണം മറിഞ്ഞിട്ട് അങ്ങനെ നമുക്കിതൊന്ന് എല്ലാം നല്ലോണം വേവിച്ചെടുക്കണം. വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. ഇച്ചിരി മുളകും പൊടി ഒന്ന് വറുക്കണേൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ല രസമാണ്, ചുവ ഉണ്ടാവും നല്ല തിന്നുമ്പോൾ. നമ്മൾ ഹോട്ടലിൽ പൊരിച്ചത് ഞാൻ പറയില്ല ഇപ്പോഴും. അപ്പം ഞങ്ങൾ ഉച്ചക്കലത്താണെന്നപ്പോൾ കാട്ടി. മനസ്സിലായില്ല, ഇതിൽ അടിച്ചേരാൻ പറ്റുള്ളൂ. ഒന്നിനും പറ്റില്ല. സാധനത്തിൽ പറ്റിയെന്താണ്? ഇല്ല, മീനച്ചാറ്. മീനച്ചാറ്